വന്ന പുതിയൊരു വീഡിയോയിലാണ്. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു ചാലഞ്ച് ഉണ്ട്. എന്താണ് ലോങ് വുൾഫിൽ ന്യൂബ് പ്രാങ്ക് 4 കളി അവന്മാർക്ക് വിട്ടു കൊടുക്കും, പിന്നെ ബാക്കിയുള്ള ആൾ നമ്മൾ എടുക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളോട് കളിക്കാൻ എൻ്റെ അനിയനുണ്ട്. എൻ്റെ അനിയൻ കളിക്കുന്ന ഈ അക്കൗണ്ട് അല്ല, എൻ്റെ അനിയൻ്റെ റിയൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതുവരെ കളിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് അപ്പുറത്തെ ടീം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കളിക്കുന്ന പ്ലെയറൊക്കെ ആണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ പ്ലെയർ, രണ്ടാമത്തെ പ്ലെയർ ന്യൂബാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കും. ഇപ്രാവശ്യം നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കും. കണ്ടെന്ന് മാറ്റാൻ പറ്റില്ല, ആ കണ്ണേനെ വെച്ചടി. അപ്പോൾ നമുക്ക് ന്യൂ പ്രാങ്ക് അത് വെച്ചിരിക്കും. വേണ്ട ഇമോട്ട് ഇടാം ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ് അപ്പുറത്തെ ടീം നല്ല കളിക്കാൻ അല്ല, കോൺഫിഡൻസ് അല്ല, കളിക്കറിയുന്ന പ്ലെയറാണ്. അപ്പോൾ ജയിക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ എടാ പോടാ ചുമ്മാ ഗൈസ്. അപ്പോൾ ഒറ്റാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അവന്മാർക്ക് ന്യൂബ് പ്രാങ്കാന്ന് മനസ്സിലായോ? ഇല്ല അപ്പോൾ ഈ ഇമോട്ട് ഇടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഗൈസ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ പറയാൻ മറന്നു, വീഡിയോയിൽ കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. ബെൽ ബട്ടണും കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ അനിയനും പിടിച്ചിരിക്കണം ഗൈസ്. നമ്മുടെ ബ്ലോഗിങ് ചാനലിൽ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തവർ. ചാനലിൻ്റെ പേര് ശ്രാവൺ ശരൺ വേൾഡ് എന്നാണ് ഗൈസ്. അപ്പം എൻ്റെ കൊച്ചുനാളത്തൊക്കെ വീഡിയോ ഉണ്ട്, കുറച്ച് കോമഡി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ നമ്മൾ കുറച്ചായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇടയ്ക്ക് വെച്ച് മൈക്കൊന്നും ഓഫ് ആയിപ്പോയതാ, കണ്ടില്ല. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ റൗണ്ടാണ്. എടാ പോടാ ഗൈസ്. നോക്ക് MB2B. ഓക്കെ, അടുത്ത റൗണ്ട് എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. ആ പോട്ടത്തരം പോടെ MB2B. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ MB2B ആണ് നമ്മുടെ ഗണ്ണ്. എൻ്റെ അടുത്ത് അവൻ്റെ വീട്ടിൽ അങ്ങനെ ഇറന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഇത്ര റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്കൊന്നും അറിഞ്ഞൂടാ, ചാവുകയാണെങ്കിൽ എല്ലാം തീർന്നു. അപ്പോൾ നോക്കി കളിക്കണം. ഈ റൗണ്ട് തന്നെ എടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ അടുത്തായിരിക്കും. നമുക്ക് ഞാൻ മാക്സിമം ശ്രമിക്കും ഗൈസ്, ഞാൻ ശ്രമിക്കും. എനിക്ക് ഡാം കൊടുക്കാൻ പറ്റിയില്ല, ഒരു ഡാം എടുത്തോളൂ. അപ്പോൾ നമ്മൾ ഇമോട്ടൊക്കെ ഇങ്ങോട്ട് വേണ്ട അവന്മാർക്ക്. ലാസ്റ്റ് റൗണ്ട് ഇമോട്ട് ഇടാം, ലാസ്റ്റ് അവസാനം. ഡെസേർട്ട് ദൈവമേ പ്ലീസ് ഡെസേർട്ട് ഗൈസ്. ഡെസേർട്ട് എടുക്കണമെന്നുള്ള ചാർജ് ബസ്റ്ററോ ആ കണ്ണ. പിന്നെ നമുക്ക് മാക്സിമം എടുത്ത് കുത്തി പിടിക്കാം. വാടാ മാക്സിമം എടുക്കാം. ഇല്ല എടാ കേൾക്കുന്ന അടി വാങ്ങിക്കല്ലേ. എൻ്റെ അടി കുത്തിപ്പിടി. എൻ്റെ അമ്മ എൻ്റെ അരിയും കുത്തിപ്പിടിച്ച കിട്ടും. ഞാൻ വിചാരിച്ചു ചത്തെന്ന് ഗൈസ്. ഞാൻ കണ്ടില്ല എൻ്റെ അരിയെ കുത്തിയൊക്കെ കണ്ടു. എൻ്റെ അരിയും കുത്തി ഈ ചാർജ് മാക്സിമം വെച്ച് ഞാൻ കുത്തിയാണ് പിടിക്കുന്നത്. എനിക്ക് മാക്സിമം വെച്ച് 1 ടാപ്പ് നടിക്കാറുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക്
ഡെസേർട്ട് ഇതാണ് മാച്ച് പോയിന്റ്. ഡെസേർട്ട്, വുഡ്പാക്കർ, MIT ഇത് മൂന്നാണ് നമ്മുടെ കോംബോ. എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു 1 ടാപ്പെങ്കിലും അടിക്കണം. 8 മിനിറ്റിലാണ്. ചാവില്ലേ, ലാസ്റ്റ് റൗണ്ട് ചാവില്ലേ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഈ കളി നമ്മൾ ഈ റൗണ്ട് എടുക്കുവാണോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എടുക്കുവോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ കുട്ടി പിടിക്കുന്നേ ഗൈസ്. വണ്ടാ പഠിച്ചേ ഗൈസ്. വണ്ടാ പഠിച്ചേ അവൻ്റെ ഇതാണേ. ഏതാ മറ്റേ നൈഫ് എടാ നീങ്ങുവാ ലാസ്റ്റില്ലല്ലേ എനിക്ക് വേണേ. ഇങ്ങുവാ നീ നിൽക്കണേ ഇവിടെ. കള്ള എടുത്തോണ്ട് പോയി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ വോയിസിനകത്ത് കേട്ടോന്നൊന്നും അറിഞ്ഞൂടാ. കേട്ടെങ്കിൽ സന്തോഷം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ശ്രാവൺ ശരൺ വേൾഡ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്. സ്റ്റേ ട്യൂൺ. ബൈ.